ഹലോ മക്കളെ, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിനർ ബാച്ചിൽ നിന്ന് ഫുൾ മാർക്ക് +1 ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ 520-ൽ 520 വാങ്ങിച്ച കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സാണ്. എണ്ണി നോക്കിയാൽ 19 കുട്ടികളുണ്ടാവും. 19 കുട്ടികളാണ് ഈ ഫുൾ മാർക്ക് വാങ്ങിച്ചത്. ഇവരൊക്കെ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അതിലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചവരാണ്. ഇവരൊക്കെ ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇവിടെ സാർ ഇതൊക്കെ പറയുന്നത്? ഇതുകൂടാതെ ഇത് മറ്റുള്ള ഡേറ്റയുണ്ട്, ഫുൾ A+ കിട്ടിയ എണ്ണം, ഫുൾ മാർക്ക് സയൻസിൽ കിട്ടിയത്, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ വന്നിട്ട്? ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കണം, ഇവരിൽ ആരും തന്നെ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവരാരും തന്നെ നേരത്തെ 10ാം ക്ലാസ്സിലെ വലിയ ടോപ്പേഴ്സോ വലിയ സംഭവങ്ങളോ ഇനി പോയിട്ട് +1 എത്തിയിട്ടും +1 ഓണപരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലൊന്നും ഭയങ്കര മാർക്ക് വാങ്ങിച്ചവരല്ലായിരുന്നു ഇവരാരും. ഇൻഫാക്ട് ഇവർ പലരുടെയും ഇൻ്റർവ്യൂസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവർ ക്രിസ്മസ് എക്സാമിനും അതിനുശേഷമുള്ള ചെറിയ ചെറിയ സ്കൂളിലെ പരീക്ഷകളിൽ ഒന്നും തന്നെ അവർക്ക് നല്ല മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ എക്സാമിനറിൻ്റെ റിവിഷൻ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത്. ആകെ ഇതിൽ നല്ല മാർക്ക് നേരത്തെ വാങ്ങിച്ചവർ ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ ആദ്യം മുതൽ പഠിച്ചവരെന്ത് ചെയ്തു മാർക്ക് വാങ്ങിച്ചു എന്നല്ലാതെ പലരും നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അത് ഈ ടോപ്പേഴ്സിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പെട്ടികളിൽ നിറച്ചിരിക്കുന്ന കുട്ടികളുടെ മുഖം പടയില്ലെങ്കിലും അവരുടെയും സ്ഥിതി തന്നെയായിരുന്നു. ഇത് നിങ്ങളുടെ പലരുടെയും സ്ഥിതി തന്നെയല്ലേ? അതേപോലെ തന്നെയായിരുന്നു ഇവരുടെയും സ്ഥിതി. ആകെയുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, അവർ ഓവർ ലേറ്റ് ആക്കിയിട്ടില്ല. അവരെന്ത് ചെയ്തു? ഈ ഒരു ഡിസംബർ സമയത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മുടെ റിവിഷൻ ബാച്ച് അനൗൺസ് ചെയ്തത്. വേഗം തന്നെ അവരെന്ത് ചെയ്തു? ഇനി ഇങ്ങനെ പോയാൽ നടക്കില്ല, ഇനി നന്നായിട്ട് പഠിച്ചു കൊടുക്കണം, 100% ഡിസിപ്ലിനോട് തന്നെ പഠിച്ചു കൊടുക്കണമെന്ന് അവർ സ്വയം ഒരു തീരുമാനമെടുത്തു. കുഞ്ഞുകുട്ടികളാണ്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പ്രായം ഉണ്ടായിരുന്നുകൊണ്ട് കഴിഞ്ഞ വർഷം അവർ ആ തീരുമാനം എടുത്തിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ലൈഫ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ ലൈഫ് മാറി. ഓക്കെ, അതേ സെയിം പോയിന്റിലാണ് നിങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം, 4 മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരമുണ്ട്. നമ്മുടെ +1 ഉജ്വൽ ക്രാഷ് ബാച്ച് നമ്മൾ ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും വീണ്ടും പഠിച്ചെടുക്കാനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ കുറേ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ ബാക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ പഠിക്കാൻ റെഡിയാണോ എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവസരമുണ്ട്, പഠിക്കാൻ റെഡിയാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഫീസ് നിങ്ങൾക്കറിയാം, 2000 റുപ്പീസാണ്. എത്രയോ കാര്യങ്ങൾ അതിലുണ്ട്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മുടെ ഉജ്വൽ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഇവിടെ ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1 ഷോട്ട്, ഒരു ചാപ്റ്ററിൻ്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും, ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് സ്പേസ് ലൈവ് ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കും കിട്ടും, അതുകൂടാതെ എക്സാംസും കിട്ടും. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കണ്ടന്റ് അവിടെ ഉണ്ട്. അതിലൊരു 90% നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. കാരണം ഈ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ പോലും അതിലെ ഫുൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് ഫുൾ മാർക്ക് കിട്ടിയത്. കാരണം അത്രത്തോളം കാര്യങ്ങളുണ്ട്, നിങ്ങൾ വേറെ ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾക്കാണ് 2000 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്കത് അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് വെർത്തായിട്ട് തോന്നുകയാണ്, നിങ്ങളുടെ +1 നല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾക്കത് വെർത്തായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, നേരെ ജോയിൻ ചെയ്തോളൂ. ഇത് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയല്ല. നിങ്ങളിപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങളൊരു 60%, 65% നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ആ 65% നിങ്ങൾക്ക് അങ്ങനെ തന്നെ മതിയോ? നിങ്ങൾക്കതൊരു 85% ഒരു 90% ആക്കണ്ടേ? ഇനി അത് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതും നമുക്ക് ശ്രമിക്കാം. അത് ഇമ്പോസിബിൾ ആയ ടാസ്ക് ഒന്നുമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നുന്നുണ്ട്, അതിന് ഈ 2000 റുപ്പീസ് വെർത്തായിട്ട് തോന്നുന്നു, ഒന്നും ആലോചിക്കില്ല. നേരെ പോയി അഡ്മിഷൻ എടുത്ത് റെഡി ആയിക്കോ. അഡ്മിഷൻ എടുക്കുകയല്ല, പഠിക്കാൻ വേണ്ടി റെഡി ആയിക്കോ. അഡ്മിഷൻ എടുക്കുക എളുപ്പമാണ്, പഠിക്കാൻ റെഡി ആവാനാണ് ബുദ്ധിമുട്ട്. ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണം, അതിനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ +2 ഏതെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. മുരേ ബാച്ചോ നമ്മുടെ JEE ബാച്ചോ അല്ലെങ്കിൽ നീറ്റ് ബാച്ചോ ഏത് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സാധനം ഫ്രീ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സുകളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എക്സാമിനർ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് വിശ്വാസമാണ്. പിന്നെ റിസൾട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് വെച്ച് പഠിച്ചാൽ മാർക്ക് കിട്ടും, പരീക്ഷ തകർക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ +2 നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണം. അത് എക്സാമിനറിൻ്റെ ഉയരെ ബാച്ച് അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ബാച്ചുകൾ കിടപ്പുണ്ട്. ബാച്ചിൻ്റെ ഫീസ് 6000 റുപ്പീസ് ഉള്ളൂ. സ്റ്റഡി മീറ്റിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫുൾ ക്ലാസ്സും എല്ലാം ഉണ്ടാവുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും എല്ലാം. +2 എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അതിൽ നേരെ കൊണ്ട് അഡ്മിഷൻ എടുത്ത് വെച്ചോ. ഈ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസംബർ 23 ജോയിൻ ചെയ്ത് പഠിക്കാം. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇവരിൽ ആരും തന്നെ ഫുൾ സെറ്റായിട്ട് എല്ലാം റെഡി ആയിട്ട് ഈ ഫുൾ മാർക്ക് പോയി വാങ്ങിച്ചവരല്ല.
ഇതിൽ മെജോറിറ്റി കുട്ടികളും ഒന്നും പഠിക്കാതെ മാർക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്തതാണ്. വേറൊരു എവിടെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് അവിടെ മനസ്സിലാവുന്നില്ല, അവിടെ പഠിക്കാൻ പറ്റുന്നില്ല, അവിടെ സിലബസ് തീർക്കുന്നില്ല എന്ന് എല്ലാം ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ് ഇവർ പലരും. എല്ലാവരും അഗ്നി ബാച്ചിൽ ഓൾറെഡി ആദ്യം മുതൽ പഠിച്ചവരല്ല. അപ്പോൾ അവർക്കും ഇതുപോലെ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, നിങ്ങളുടെ പേരൻസ് അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല, അത് നിങ്ങളാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എക്സാമിനർ ഫുൾ പവറിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അത് നിങ്ങൾ ബാച്ചിലൂടെ ആണെങ്കിൽ യൂട്യൂബിലൂടെയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യണം നിർബന്ധം അറിയില്ല. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ട്രാൻസ്ഫോർമേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറവായിരിക്കും, നിങ്ങൾ ചെയ്യേണ്ട പ്ലാനിങ് കുറവായിരിക്കും. അത് നമ്മൾ ചെയ്തു തരും. നിങ്ങൾ കുറേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ടെൻഷൻ എടുത്തോളും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഫ്രീ ആയിട്ടാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നമ്മുടെ ബാച്ചിലാണെങ്കിലും നിങ്ങൾക്കുള്ള സൗകര്യം എക്സാമിനർ ഒരുക്കി തരും. പക്ഷേ ആ ഡിസിഷൻ നിങ്ങൾ എടുക്കണം. ആ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ റെഡിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇടാം. ജോയിൻ ചെയ്യണ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം.